നമസ്കാരം. ഈ ഒരു ക്ലാസ്സിൽ PYQ അനാലിസിസ് തുടർന്ന് നോക്കാം. സപിണ്ഡീകരണേ ഏതൈഃ യുക്തം പാത്രചതുഷ്ടയം അപേക്ഷ്യത്തെ. ധർമ്മശാസ്ത്രത്തിൽ നിന്നുള്ള നെറ്റ് ക്വസ്റ്റ്യനാണ്. സപിണ്ഡീകരണത്തിൽ നാല് പാത്രങ്ങളിലായിട്ട് എന്തൊക്കെ സാധനങ്ങൾ വയ്ക്കും എന്നുള്ളൊരു ആശയമാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ACE ഓപ്ഷൻ 1 ആണ്. അതായത് ഗന്ധൈഃ, ഉദകൈഃ, തിലൈഃ, ഇങ്ങനെ 4 പാത്രങ്ങളാണ് ഉണ്ടാവുക. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഇതും മുൻപ് പറഞ്ഞിട്ടുള്ളതാണ്. പരസ്പരം സൂചിദ്വയം മേളയത ആദന്തജന്മനഃ മൃതസ്യ ആശൗചം ആചൂടാകരണാത് മൃതസ്യ അശൗചം ആവ്രതബന്ധാത് മൃതസ്യ ശൗചം വ്രതബന്ധനാത് പരം മൃതസ്യ അശൗചം എന്നൊരു ഭാഗത്തും നൈഷികം സദ്യഃ ദശരാത്രം ത്രിരാത്രം എന്ന് അപ്പുറത്തും കൊടുത്തിരിക്കുന്നു. അതായത് ആദന്തജന്മനഃ സദ്യ ആചൂടാൻ നൈഷികീ സ്മൃത ത്രിരാത്രമാവ്രതാദേശാത് ദശരാത്രം അതഃ പരം എന്ന് യാജ്ഞവൽക്യ സ്മൃതിയിൽ പറയുന്നു. അതായത് ആദന്തജന്മനഃ മൃതസ്യ അശൗചം, സദ്യ ആദ്യത്തെ ആദന്തജന്മനഃ മൃതസ്യ അശൗചം എന്നുള്ളത് സദ്യ എന്നുള്ളതിനോടുകൂടി യോജിപ്പിക്കണം. അതായത് കുട്ടിക്ക് പല്ല് മുളയ്ക്കുന്നതിന് മുൻപാണ് മരണമെങ്കിൽ ആദന്തജന്മനഃ മൃതസ്യ അശൗചം, ഒരു കുട്ടി മരിക്കുകയാണ്, പല്ല് മുളയ്ക്കുന്നതിന് മുമ്പ് മരിക്കുകയാണെങ്കിൽ അശൗചം ഉടൻ തന്നെ, അശുദ്ധി ഉടൻ തന്നെ, സദ്യ പെട്ടെന്ന് തന്നെ അശുദ്ധി തീരുന്നു. ഇനി B ആചൂടാകരണാത് മൃതസ്യ അശൗചം, അതായത് ചൗളം, ആചൂടാകരണം എന്ന് പറഞ്ഞാൽ ചൗളം കഴിയുന്നതിന് മുൻപാണ് മരണമെങ്കിൽ നൈഷികം എന്നതിനോട് യോജിപ്പിക്കണം. അതായത് ഒരു രാത്രിയാണ് അശൗചമുള്ളത്, അശുദ്ധിയുള്ളത്. ഇനിയോ ആവ്രതബന്ധാത് മൃതസ്യ അശൗചം ത്രിരാത്രം, അതായത് ആവ്രതബന്ധാത് ഉപനയനത്തിന് മുൻപാണ് മരണമെങ്കിൽ ത്രിരാത്രം 3 ദിവസമാണ് അശൗചമുള്ളത്. ഇനി വ്രതബന്ധാത് പരം മൃതസ്യ അശൗചം ദശരാത്രം, ഉപനയനത്തിന് ശേഷമാണ് മരണമെങ്കിൽ 10 ദിവസമാണ് അശൗചം എന്ന് പറയുന്നു. ഇത് മുൻപ് നോക്കിയിട്ടുള്ളതാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ശ്രാദ്ധഭേദം ചിനുത എന്നുള്ളതാണ്. ഓപ്ഷൻസ് ഗോഷ്ഠി, പുഷ്ടി, വൃദ്ധി, ഗുണ, തുഷ്ടി. ഇതിലേതൊക്കെയാണ് ശ്രാദ്ധം ആയിട്ടുള്ളത്? 12 ശ്രാദ്ധങ്ങളുണ്ടെന്നാണ് പറയുന്നത്, 12 ശ്രാദ്ധങ്ങൾ. അപ്പോൾ ഈ പറയുന്ന ABCDE ഓപ്ഷനുകളിലുള്ള ഏതൊക്കെയാണ് ശ്രാദ്ധങ്ങളിൽ പെടുന്നതെന്നാണ് ചോദ്യം. അതായത് സ്മൃതി ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നുണ്ട്, 12 തരം ശ്രാദ്ധങ്ങളെ പ്രധാനമായിട്ട് പറയുന്നുണ്ട്. നിത്യം, നൈമിത്തികം, കാമ്യം, വൃദ്ധിം, സപിണ്ഡനം തഥാ പാർവണം ചേതി വിജ്ഞേയം, ഗോഷ്ഠി ശുദ്ധ്യർത്ഥമേവ ച, കർമാംഗം ദൈവകം ചൈവ, യാത്രാർത്ഥം പുഷ്ടയേ തഥാ, ശ്രാദ്ധാനി 12 മനുരാഹ പ്രജാപതി എന്ന്. അതായത് 12 ശ്രാദ്ധങ്ങളാണ്. ക്രമത്തിൽ പറയാം. നിത്യശ്രാദ്ധം, നൈമിത്തിക ശ്രാദ്ധം, കാമ്യശ്രാദ്ധം, വൃദ്ധിശ്രാദ്ധം, സപിണ്ഡന ശ്രാദ്ധം, പാർവണശ്രാദ്ധം, ഗോഷ്ഠീശ്രാദ്ധം, ശുദ്ധ്യർത്ഥ ശ്രാദ്ധം, കർമാംഗ ശ്രാദ്ധം, ദൈവീക ശ്രാദ്ധം, യാത്രാർത്ഥ ശ്രാദ്ധം, പുഷ്ടിശ്രാദ്ധം. ഇങ്ങനെ 12 ശ്രാദ്ധങ്ങളാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ പേരുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ 1 ABC ഇതാണ് ശരിയെന്ന് കിട്ടുന്നു. ഗോഷ്ഠി, പുഷ്ടി, വൃദ്ധി, ഇത് 3 ശ്രാദ്ധം എന്ന് കിട്ടുന്നു. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഇവിടെ ഒന്നാമത്തെ ഭാഗത്ത് വിവാഹങ്ങൾ പറയുന്നു. 8 തരം വിവാഹങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. അതിൽ 4 തരം വിവാഹങ്ങളെ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നു. ആ വിവാഹങ്ങളുടെ ലക്ഷണങ്ങളെ അപ്പുറത്ത് കൊടുത്തിരിക്കുന്നു. അപ്പോൾ നമ്മളതിനെ
യോജിപ്പിക്കണം. അപ്പോൾ ഈ ധർമ്മശാസ്ത്രങ്ങളനുസരിച്ച്, പ്രത്യേകിച്ച് മനുസ്മൃതി 3-ാം അധ്യായം 21-ാം ശ്ലോകത്തിലൊക്കെ മനുഷ്യർക്കിടയിൽ 8 തരം വിവാഹങ്ങളാണുള്ളതെന്നാണ് പറയുന്നത്. ഒന്നാമത്തെ ബ്രാഹ്മവിവാഹം, അതായത് വേദപണ്ഡിതനും സൽസ്വഭാവിയുമായ ഒരു വരനെ ക്ഷണിച്ചു വരുത്തി വസ്ത്രങ്ങളും ആഭരണങ്ങളും നൽകി ആദരിച്ച് മകളെ കന്യാദാനം ചെയ്യുന്ന രീതി ഏറ്റവും ഉത്തമമായ വിവാഹമായിട്ട് കരുതപ്പെടുന്നതും ഈ ബ്രാഹ്മവിവാഹമാണ്. ഇനി രണ്ടാമത്തെ ദൈവവിവാഹ. ഒരു വലിയ യജ്ഞം അഥവാ യാഗം നടക്കുന്ന വേളയിൽ അവിടെ യഥാവിധി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന മുഖ്യ പുരോഹിതന്, അതായത് മുഖ്യ ഋത്വിക്കിന് അലങ്കരിച്ച കന്യകയെ ദാനമായി നൽകുന്ന രീതിയാണ് ദൈവവിവാഹ. ഇനി അടുത്തത് ആർഷവിവാഹ. യാഗകർമ്മങ്ങൾ നടത്തുന്നതിനായി വരൻ്റെ പക്കൽ നിന്നും ധർമ്മശാസ്ത്രപ്രകാരം 1-2 ജോഡി പശുക്കളെയും കാളകളെയും മാത്രം വാങ്ങി മകളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്ന രീതിയാണ് ആർഷവിവാഹ. ഇനി അടുത്തത് പ്രാജാപത്യ വിവാഹ. വധൂവരന്മാരെ പൂജിച്ച് ആദരിച്ച ശേഷം നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഗൃഹസ്ഥാശ്രമധർമ്മങ്ങൾ അനുഷ്ഠിക്കൂ എന്ന് ഉപദേശിച്ച് കന്യാദാനം നടത്തുന്ന രീതിയാണ് പ്രാജാപത്യ വിവാഹം. ഇനി അടുത്തത് ആസുര വിവാഹം. പെൺകുട്ടിയുടെ സമ്മതമില്ലാതെ അവളുടെ ബന്ധുക്കൾക്കും പെൺകുട്ടിക്കും വരൻ തൻ്റെ കഴിവിനനുസരിച്ച് ധനം, അതായത് വധുവിനൊരു മൂല്യം നൽകി കന്യകയെ സ്വന്തമാക്കുന്ന രീതി, അതായത് വിലയ്ക്ക് വാങ്ങുന്നതിന് തുല്യം, അങ്ങനെയുള്ള രീതിയെയാണ് ആസുര വിവാഹ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഗാന്ധർവ വിവാഹ. മാതാപിതാക്കളുടെയും ബന്ധുക്കളുടെയോ അനുമതിയില്ലാതെ വധുവും വരനും പരസ്പരമുള്ള അനുരാഗത്താൽ, പ്രണയത്താൽ മാത്രം ഒന്നാകുന്ന രീതി. ഇന്നത്തെ കാലത്തെ പ്രണയവിവാഹം ഇതിന് ഉദാഹരണമാണ്. എന്തിന്? ഗാന്ധർവ വിവാഹത്തിന്. ഇനി അടുത്തത് രാക്ഷസ വിവാഹ. പെൺകുട്ടിയുടെയും ബന്ധുക്കളുടെയും വിയോജിപ്പ് വകവയ്ക്കാതെ പെൺകുട്ടിയെ ബലപ്രയോഗത്തിലൂടെയോ യുദ്ധത്തിലൂടെയോ തട്ടിക്കൊണ്ടുപോയി വിവാഹം കഴിക്കുന്ന ക്രൂരമായ രീതിയാണ് രാക്ഷസ വിവാഹ. ഇനി അവസാനത്തെ 8-ാമത്തേത് പൈശാച വിവാഹ. ഉറങ്ങിക്കിടക്കുമ്പോഴോ മദ്യപിച്ചോ ബോധരഹിതയായോ ഇരിക്കുന്ന ഒരു പെൺകുട്ടിയെ വഞ്ചനയിലൂടെയോ ബലാത്കാരത്തിലൂടെയോ കീഴടക്കി സ്വന്തമാക്കുന്ന രീതിയാണ്. ഇതാണ് 8-ൽ വെച്ച് ഏറ്റവും നിന്ദ്യവും പാപകരവുമായി കണക്കാക്കപ്പെടുന്ന വിവാഹരീതി, പൈശാച വിവാഹ എന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ഇതിൽ ഓപ്ഷൻ 3 ആണ് ശരി എന്ന് നമുക്ക് കിട്ടും. അതായത് A3 ദൈവവിവാഹ എന്നുള്ളത് 3-ാമത്തെ ഓപ്ഷനിലേക്ക് യോജിപ്പിക്കാം. യജ്ഞേതു വിതത്തെ സമ്യക് ഋത്വിജേ കർമ്മ കുർവത്തെ അലങ്കൃത്യ സുതാദാനം. അതായത് ഒരു വലിയ യജ്ഞം നടക്കുന്ന വേളയിൽ അവിടെ യഥാവിധി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ഋത്വിക്കിന് അലങ്കരിച്ച കന്യകയെ ദാനമായി നൽകുന്ന രീതിയാണ് ദൈവവിവാഹ. അപ്പോൾ A3 എന്ന് കിട്ടുന്നു. ഇനി B1 അതായത് ആർഷവിവാഹ. ഏകം ഗോമിഥുനം ദ്വേവാ വരാദാദായ ധർമ്മതഃ കന്യാപ്രദാനം. ആർഷവിവാഹം എന്ന് പറഞ്ഞാൽ യാഗകർമ്മങ്ങൾ നടത്തുന്നതിനായി വരൻ്റെ പക്കൽ നിന്നും ധർമ്മശാസ്ത്രപ്രകാരം 1-2 ജോഡി പശുക്കളെയും കാളകളെയും മാത്രം വാങ്ങി മകളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്ന രീതിയാണ്. അപ്പോൾ B1 എന്ന് കിട്ടി. ഇനി C പ്രാജാപത്യ വിവാഹ. അത് 4ലേക്ക് യോജിപ്പിക്കാം. അതായത് സഹോഭൗ ചരതാം ധർമ്മമിതി വാചാനുഭാഷ്യ അഭ്യർച്ച്യ ച കന്യാപ്രദാനം. പ്രാജാപത്യ വിവാഹം എന്ന് പറഞ്ഞാൽ വധൂവരന്മാരെ പൂജിച്ച് ആദരിച്ച ശേഷം നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഗൃഹസ്ഥാശ്രമ ധർമ്മങ്ങൾ അനുഷ്ഠിക്കൂ എന്ന് ഉപദേശിച്ച് കന്യാദാനം നടത്തുന്ന രീതിയാണ്. ഇനി D ആസുര വിവാഹ. D2 എന്ന് കിട്ടും. അതായത് ജ്ഞാതിഭ്യോ ദ്രവിണം ദത്വ കന്യായൈ ചൈവ ശക്തിതഃ കന്യാപ്രദാനം. അതായത് പെൺകുട്ടിയുടെ സമ്മതമില്ലാതെ അവളുടെ ബന്ധുക്കൾക്കും പെൺകുട്ടിക്കും വരൻ തൻ്റെ കഴിവിനനുസരിച്ച് ധനം നൽകി കന്യകയെ സ്വന്തമാക്കുകയാണ്, വിലയ്ക്ക് വാങ്ങുന്നത് പോലെ. അതാണ് ആസുര വിവാഹ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ 3 ശരിയായിട്ടുള്ള ഉത്തരമായിട്ട് കിട്ടുന്നു. ഇനി അടുത്ത ചോദ്യമാണ്. മനുസ്മൃത്യനുസാരം വിവാദപദാനി യഥാക്രമം യോജയത.
മനുസ്മൃതി അനുസരിച്ച് വിവാദപദങ്ങൾ അത് ക്രമത്തിൽ എഴുതാനാണ് പറയണത്. ഓപ്ഷൻസ്: സ്ഥേയം, സാഹസം, സീമാവിവാദ, അസ്വാമി വിക്രയ, സംവിധ, വ്യതിക്രമ. അതായത് വിവാദപദങ്ങൾ എന്ന് പറഞ്ഞാൽ തർക്കവിഷയങ്ങൾ. ഇവിടെ കുറച്ച് തർക്കവിഷയങ്ങളെ കൊടുത്തിട്ടുണ്ട് ഓപ്ഷനുകളിൽ. അതിനെ ക്രമത്തിൽ എഴുതാനാണ്, മനുസ്മൃതിയിൽ അനുസരിച്ചിട്ട് ക്രമത്തിൽ എഴുതാനാണ്. അപ്പോൾ മനുസ്മൃതിയിലെ 8-ാം അധ്യായത്തിൽ 4 തൊട്ട് 7 വരെയുള്ള ശ്ലോകങ്ങളിൽ രാജാവ് തീർപ്പ് കൽപ്പിക്കേണ്ടതായിട്ടുള്ള 18 തർക്കവിഷയങ്ങളെ, വിവാദപദങ്ങളെ 18 തർക്കവിഷയങ്ങളെ പറയുന്നുണ്ട്. അപ്പോൾ അതേതൊക്കെയാണ് ആ 18 തർക്കവിഷയങ്ങളെന്ന് ക്രമത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവയാണ്. ഒന്നാമത്തേത് ഋണാദാനം, അതായത് കടം വാങ്ങിയ ധനം തിരികെ നൽകാതിരുന്നാൽ അവിടെ രാജാവ് തീർപ്പ് കൽപ്പിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, അതാണ് ഒന്നാമത്തെ. ഇനി 2 നിക്ഷേപ, അതായത് സൂക്ഷിക്കാൻ ഏൽപ്പിച്ച സ്വത്തോ പണമോ തിരികെ നൽകാതിരിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യൽ. ഇനി 3-ാമത്തെ അസ്വാമി വിക്രയ, അതായത് ഉടമസ്ഥാവകാശമില്ലാത്ത വസ്തുക്കൾ അനധികൃതമായി വിൽക്കൽ. ഇനി അടുത്തത് സംഭൂയ സമുദ്ധാനം, അതായത് കൂട്ടുകച്ചവടത്തിലെ ലാഭവിഹിതവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ. അടുത്തത് ദത്തസ്യ അനപകർമ്മ, അതായത് കൊടുത്ത ദാനം ധർമ്മവിരുദ്ധമായി തിരികെ വാങ്ങൽ. അടുത്തത് വേതനാദാനം, അതായത് തൊഴിലാളികൾക്ക് കൃത്യമായി ശമ്പളം നൽകാതിരിക്കൽ. അടുത്തത് സംവിധ വ്യതിക്രമ, അതായത് കരാറുകളോ വ്യവസ്ഥകളോ ലംഘിക്കൽ. അടുത്തത് ക്രയവിക്രയാനുശയ, സാധനങ്ങൾ വാങ്ങിയ ശേഷമോ വിറ്റ ശേഷമോ ഉണ്ടാകുന്ന തർക്കങ്ങൾ. അടുത്തത് സ്വാമിപാല വിവാദ, അതായത് കന്നുകാലികളുടെ ഉടമസ്ഥനും അവയെ നോക്കുന്ന ഇടയനും തമ്മിലുള്ള തർക്കങ്ങൾ. അടുത്തത് സീമാവിവാദ, അതായത് ഭൂമിയിലെ അതിർത്തിയെ ചൊല്ലിയുള്ള തർക്കങ്ങൾ. അടുത്തത് വാക്പാരുഷ്യം, അതായത് ചീത്ത വിളിക്കൽ, അപകീർത്തിപ്പെടുത്തൽ, വാക്കുകൾ കൊണ്ടുള്ള അധിക്ഷേപം തുടങ്ങിയവയാണ് വാക്പാരുഷ്യം. ഇനി അടുത്തത് ദണ്ഡപാരുഷ്യം, അതായത് ശാരീരികമായി ഉപദ്രവിക്കൽ, ആക്രമിക്കൽ. അടുത്തത് സ്ഥേയം, രഹസ്യമായ മോഷണം. അടുത്തത് സാഹസം, ബലപ്രയോഗത്തിലൂടെയുള്ള കൊള്ള, അക്രമം അല്ലെങ്കിൽ ദ്രോഹം. അടുത്തത് സ്ത്രീ സംഗ്രഹണം, പരസ്ത്രീഗമനം, വ്യഭിചാരം, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തുടങ്ങിയവ. അടുത്തത് സ്ത്രീപുംധർമ്മ, അതായത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കടമകളും അവകാശങ്ങളും ലംഘിക്കൽ. അടുത്തത് വിഭാഗ, അതായത് പൈതൃക സ്വത്ത് ഭാഗം വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ. അടുത്തത് ദ്യൂതസമാഹ്വയം, അതായത് ചൂതാട്ടവും പന്തയവുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ. അപ്പോൾ ഇങ്ങനെ 18 വിവാദപദങ്ങൾ, 18 തർക്ക വിഷയങ്ങൾ, രാജാവ് തീർപ്പ് കൽപ്പിക്കേണ്ടതായിട്ടുള്ള 18 തർക്ക വിഷയങ്ങളെ ഇവിടെ മനുസ്മൃതിയിൽ പറയുന്നു. ഒന്നും കൂടിയും പറയാം, 1 തൊട്ട് ക്രമത്തിൽ 18 പറയാം. ഋണാദാനം, നിക്ഷേപ, അസ്വാമി വിക്രയ, സംഭൂയ സമുദ്ധാനം, ദത്തസ്യാനപകർമ്മ, വേതനാദാനം, സംവിധ വ്യതിക്രമ, ക്രയവിക്രയാനുശയ, സ്വാമിപാലവിവാദ, സീമാവിവാദ, വാക്പാരുഷ്യം, ദണ്ഡപാരുഷ്യം, സ്ഥേയം, സാഹസം, സ്ത്രീസംഗ്രഹണം, സ്ത്രീപുംധർമ്മ, വിഭാഗ, ദ്യൂതസമാഹ്വയ. ഇങ്ങനെ 18 വിവാദ പദങ്ങൾ. അപ്പോൾ ഈ ഒരു ക്രമം മനസ്സിലാക്കുമ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താണ് എന്ന് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ 4 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അതായത് ഡി അസ്വാമി വിക്രയ, ഇ സംവിധ വ്യതിക്രമ, സി സീമാവിവാദ, എ സ്ഥേയം, ബി സാഹസം എന്നിങ്ങനെ കിട്ടുന്നു. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഷാഡ്ഗുണ്യാനി യഥാക്രമം യോജയത മനുസ്മൃത്യനുസാരം. മനുസ്മൃതി അനുസരിച്ച് ഷാഡ്ഗുണ്യങ്ങളെ യഥാക്രമത്തിൽ എഴുതാനാണ് പറയണത്. അപ്പോൾ ഈ ഷാഡ്ഗുണ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മനുസ്മൃതിയിലെ 7-ാം അധ്യായത്തിൽ 160-ാമത്തെ ശ്ലോകത്തിൽ രാജാവ് മറ്റ് രാജ്യങ്ങളുമായി പുലർത്തേണ്ട വിദേശ നയത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്.
അപ്പോൾ ഈ രാജാവ് മറ്റ് രാജ്യങ്ങളുമായി പുലർത്തേണ്ട ആ വിദേശ ഇതിനെ ഷഡ്ഗുണങ്ങൾ അല്ലെങ്കിൽ 6 തന്ത്രങ്ങൾ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്ന ശ്ലോകം ഇതാണ്: സന്ധിം ച വിഗ്രഹം ചൈവ യാനമാസനമേവ ച ദ്വൈധീഭാവം സംശ്രയം ച ഷഡ്ഗുണാൻ ചിന്തയേത് സദാ എന്നതാണ്. അതായത് 6 ഗുണങ്ങൾ ഏതൊക്കെയാണ്, 6 തന്ത്രങ്ങൾ ഏതൊക്കെയാണ്, എന്തുമായി ബന്ധപ്പെട്ടതാണ്? രാജാവ് മറ്റ് രാജ്യങ്ങളുമായി പുലർത്തേണ്ട വിദേശ നയത്തെ പ്രതിപാദിക്കുന്ന വിദേശ നയത്തെക്കുറിച്ചുള്ള അതിനെ സംബന്ധിച്ചിട്ടുള്ള 6 തന്ത്രങ്ങളാണ്. ഏതൊക്കെയാണ്? സന്ധി, വിഗ്രഹം, യാനം, ആസനം, ദ്വൈധീഭാവം, സംശ്രയം ഇവ. സന്ധി എന്ന് പറഞ്ഞാൽ സമാധാന ഉടമ്പടി, വിഗ്രഹം എന്ന് പറഞ്ഞാൽ യുദ്ധം പ്രഖ്യാപിക്കൽ, യാനം എന്ന് പറഞ്ഞാൽ യുദ്ധത്തിനായി പുറപ്പെടൽ, ആസനം എന്ന് പറഞ്ഞാൽ അനുകൂല സമയം കാത്ത് നിശബ്ദമായിരിക്കൽ, ദ്വൈധീഭാവം എന്ന് പറഞ്ഞാൽ ഇരട്ടത്താപ്പ് നയം, സംശ്രയം എന്ന് പറഞ്ഞാൽ ശക്തനായ മറ്റൊരു രാജാവിൻ്റെ അഭയം തേടൽ. ഇതാണ് ഷഡ്ഗുണങ്ങൾ: സന്ധി, വിഗ്രഹം, യാനം, ആസനം, ദ്വൈധീഭാവം, സംശ്രയം. ഇതാണ് ഇതിൻ്റെ ക്രമം. അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ ശരിയായിട്ടുള്ള ഓപ്ഷൻ എന്താണ് എന്ന് വെച്ചാൽ CABED. ഓപ്ഷൻ 3 ആണ്. സി വിഗ്രഹ, എ യാനം, ബി ആസനം, ഇ ദ്വൈധീഭാവം, ഡി സംശ്രയ. ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഒരു ഭാഗത്ത് ഗ്രന്ഥങ്ങൾ കൊടുത്തിരിക്കുന്നു, ഒരു ഭാഗത്ത് ഗ്രന്ഥകാരന്മാരുടെ പേര് കൊടുത്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഗ്രന്ഥങ്ങൾ ദീപകലിക, ദായഭാഗ, വീരമിത്രോദയ, ബാലക്രീഡ. ഗ്രന്ഥകാരന്മാർ മിത്രമിശ്ര, വിശ്വരൂപ, ജീമൂതവാഹന, ശൂലപാണി. അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ 4 ആണ്. അതായത് ദീപകലിക എഴുതിയിട്ടുള്ളത് ശൂലപാണിയാണ്. അതായത് യാജ്ഞവൽക്യ സ്മൃതിയുടെ മേലെഴുതപ്പെട്ട വളരെ പ്രശസ്തവും ലളിതവുമായ ഒരു വ്യാഖ്യാന ഗ്രന്ഥമാണ് ശൂലപാണിയുടെ ദീപകലിക എന്നുള്ളത്. ഇനി അടുത്തത് B3 ദായഭാഗ. അത് എഴുതിയത് ജീമൂതവാഹന. ദായഭാഗം എഴുതിയത് ജീമൂതവാഹനനാണ്. ബംഗാളിലെ പ്രാചീന ഹിന്ദു നിയമ സമ്പ്രദായത്തിന് അടിസ്ഥാനമായ പ്രശസ്തമായ ധർമ്മശാസ്ത്ര ഗ്രന്ഥമാണിത്, ജീമൂതവാഹനൻ്റെ ദായഭാഗം. ഇനി അടുത്തത് C1 വീരമിത്രോദയ, മിത്രമിശ്ര. വീരമിത്രോദയം എഴുതിയത് മിത്രമിശ്രനാണ്. വിവിധ ധർമ്മശാസ്ത്ര വിഷയങ്ങളെ സമഗ്രമായി പ്രതിപാദിക്കുന്ന ഒരു വലിയ നിബന്ധ ഗ്രന്ഥമാണ് മിത്രമിശ്രൻ്റെ വീരമിത്രോദയം. ഇനി അടുത്തത് D2 ബാലക്രീഡ, വിശ്വരൂപൻ എഴുതിയിട്ടുള്ള കൃതിയാണ് ബാലക്രീഡ. യാജ്ഞവൽക്യ സ്മൃതിയുടെ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും പഴക്കമേറിയതും പ്രധാനപ്പെട്ടതുമായ ഒരു വ്യാഖ്യാനമാണ് വിശ്വരൂപൻ്റെ ബാലക്രീഡ എന്നുള്ളത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഏകസ്മിൻ മഹായുഗേ ദിവ്യവർഷാണി ഭവന്തി. ഒരു മഹായുഗത്തിൽ എത്ര ദിവ്യവർഷങ്ങൾ ഉണ്ടാകും എന്നതാണ് ചോദ്യം. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ 1 12,000 എന്നതാണ്. അതായത് മനുസ്മൃതി, സൂര്യസിദ്ധാന്തം ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ അനുസരിച്ച് ദേവന്മാരുടെ ഒരു വർഷത്തിനെയാണ് ദിവ്യവർഷം എന്ന് വിളിക്കുന്നത്. മനുഷ്യരുടെ 360 വർഷങ്ങൾ ചേരുമ്പോഴാണ് ദേവന്മാർക്ക് ഒരു വർഷമാകുന്നത്. മനുഷ്യരുടെ 360 വർഷങ്ങൾ ചേരുമ്പോഴാണ് ദേവന്മാർക്ക് ഒരു വർഷമാകുന്നത്. അപ്പോൾ ഇവിടെ ഒരു മഹായുഗത്തിലെ ഏകസ്മിൻ മഹായുഗേ ദിവ്യവർഷാണി ഭവന്തി എന്നാണ് ചോദിച്ചത്. ഒരു മഹായുഗം എന്ന് പറഞ്ഞാൽ എന്താണ്? കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം ഇങ്ങനെ 4 യുഗങ്ങൾ ചേരുന്ന ഒരു ചക്രത്തിനെയാണ് മഹായുഗം എന്ന് പറയുന്നത്. അപ്പോൾ
കൃതയുഗത്തിൽ 4800 ദിവ്യവർഷങ്ങളുണ്ട്. ത്രേതായുഗത്തിൽ 3600 ദിവ്യവർഷങ്ങളുണ്ട്. ദ്വാപരയുഗത്തിൽ 2400 ദിവ്യവർഷങ്ങളുണ്ട്. കലിയുഗത്തിൽ 1200 ദിവ്യവർഷങ്ങളുണ്ട്. അപ്പോൾ ഇവയെല്ലാം കൂട്ടുമ്പോൾ ഒരു മഹായുഗത്തിൽ ആകെ എത്ര ദിവ്യവർഷങ്ങളുണ്ട് എന്ന് കിട്ടും. 4800 പ്ലസ് 3600 പ്ലസ് 2400 പ്ലസ് 1200 സമം 12000 ദിവ്യവർഷങ്ങളെന്ന് കിട്ടും. അതായത് മനുഷ്യവർഷങ്ങളുടെ കണക്കെടുക്കുകയാണെങ്കിൽ ഇതിൽ 43,20,000 വർഷങ്ങളാണ്. അപ്പോൾ ഒരു മഹായുഗത്തിൽ 12000 ദിവ്യവർഷങ്ങളുണ്ട് എന്ന് കിട്ടുന്നു. ഇനി അടുത്ത ചോദ്യം, യാജ്ഞവൽക്യ സ്മൃതേः തൃതീയാധ്യായः കേന നാംന അഭിധീയത്തെ. യാജ്ഞവൽക്യ സ്മൃതിയുടെ 3-ാം അധ്യായത്തിൻ്റെ പേരെന്താണ് എന്നതാണ് ചോദ്യം. അപ്പോൾ യാജ്ഞവൽക്യ സ്മൃതിയിൽ പ്രധാനമായിട്ട് 3 അധ്യായങ്ങളാണ് ഉള്ളത്. 1-ാം അധ്യായം ആചാരാധ്യായം. ഇതിൽ ആചാരങ്ങളെയും വർണ്ണാശ്രമധർമ്മങ്ങളെയും പ്രതിപാദിക്കുന്നു. 2-ാം അധ്യായം വ്യവഹാരാധ്യായം. ഇതിൽ രാജധർമ്മം, നീതിന്യായം, സിവിൽ ക്രിമിനൽ നിയമങ്ങൾ എന്നിവയെക്കുറിച്ച് പറയുന്നു. 3-ാം അധ്യായം പ്രായശ്ചിത്താധ്യായം. അതായത് പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തങ്ങൾ, വാനപ്രസ്ഥ സന്യാസ ധർമ്മങ്ങൾ, ആത്മജ്ഞാനം, ഇവയൊക്കെയാണ് ഈ 3-ാം അധ്യായത്തിൽ പറയുന്നത്. അപ്പോൾ 1-ാം അധ്യായം ആചാരാധ്യായ, 2-ാം അധ്യായം വ്യവഹാരാധ്യായ, 3-ാം അധ്യായം പ്രായശ്ചിത്താധ്യായ. അപ്പോൾ 3-ാമത്തെ അധ്യായം ഏതാണ്? പ്രായശ്ചിത്താധ്യായമാണ്. ഓപ്ഷൻ 2 പ്രായശ്ചിത്താധ്യായമാണ്. ഇനി അടുത്ത ചോദ്യം, യാജ്ഞവൽക്യ സ്മൃതൗ വ്യവഹാരാധ്യായേ ഋണാദാനെ വസ്ത്രസ്യ പരാവൃദ്ധിഃ മത എന്ന്. ഇനി ഈ ഭാഗങ്ങൾ തൊട്ട് അടുത്ത ക്ലാസ്സിൽ പറയാം. നമസ്കാരം.